നല്ല നാടൻ സ്വാദുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഒരു 6 പേർക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അളവിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നല്ല നാടൻ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് ഉരുകി വരുന്ന സമയത്ത് 30 കിസ്മിസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബോളായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് കോരി മാറ്റാം. ഈ ഒരു കളറായാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മാറ്റുമ്പോൾ തന്നെ നമുക്കതിലേക്ക് കിസ്മിസ് എത്ര എണ്ണ എടുത്തോ അതിൻ്റെ പകുതി എണ്ണത്തിൽ കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ഇതേപോലെ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ അങ്ങ് കോരി മാറ്റണം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു കളറ്. ഇത് കൂടുതലാകുമ്പോഴേക്കും ഒരു കരിഞ്ഞ സ്വാദ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മളിങ്ങനെ വറുത്ത് മാറ്റി വയ്ക്കുക. അതേ നെയ്യിലേക്ക് നമ്മൾ ഇതൊരു 1/4 കപ്പോളം വെർമിസലി എടുത്തിട്ടുണ്ട്. വെർമിസലി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. എപ്പോഴും സേമിയ വാങ്ങുന്ന സമയത്ത് പായസത്തിനുള്ള സേമിയ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള സേമിയാസ് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഉപ്പുമാവിനുള്ളതും അതുപോലെ ഖീർ ഉണ്ടാക്കാനുള്ളതും ഒക്കെ. ആ സമയത്ത് പാൽപ്പായസത്തിന് തന്നെ നോക്കി വാങ്ങുക. നന്നായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരുന്ന സമയത്ത് ചൂടുള്ള വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവാൻ അനുവദിക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ടങ്ങ് വെന്ത് കിട്ടും. കണ്ടോ, ഇപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. UAE-ലൊക്കെ കിട്ടുന്ന നല്ല കട്ടിയുള്ള പാലാണ്. അപ്പോൾ ആ ഒരു പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒത്തിരി നേരം അപ്പോൾ വെള്ളം വറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി കുറുക്കി വറ്റിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 1/2 കപ്പോളം പഞ്ചസാര, 1 ടേബിൾ സ്പൂണോളം ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇടയ്ക്ക് ഇങ്ങനെ ഏലക്ക കടിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടിട്ട് മാത്രമാണ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല നല്ലൊരു ഫ്ലേവർ ഇറങ്ങുകയും ചെയ്യും. ഈ പൊടി ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയതാണ്. പഞ്ചസാരയും കുറച്ച് ഏലക്കയും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചാൽ മതി. നല്ലൊരു സ്മെല്ലുണ്ടാവും വീട്ടിൽ തന്നെ പൊടിച്ചു വയ്ക്കുന്ന പൊടിക്ക്. നന്നായിട്ട് ഇനി ഒരു 5 മിനിറ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ പാലിലെ വെള്ളം മുഴുവൻ വറ്റണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 90 ഗ്രാം ഏറ്റവും ചെറിയ പാക്കറ്റ് കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് നെസ്ലയുടെ ആണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിനൊരു നല്ല കൊഴുപ്പ് കിട്ടും, നല്ല മധുരം കിട്ടും. അതുമാത്രമല്ല ഒരു ഐസ്ക്രീം ടേസ്റ്റും കൂടി കിട്ടും. അതുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇത് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചുകൂടി പാല് വറ്റിച്ചാൽ മതി. അപ്പോൾ നോർമലി കൊഴുപ്പ് വന്നോളും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു 5 മിനിറ്റും കൂടി ഇതേപോലെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പായസം റെഡിയാവും. പായസം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ, ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അത് ഓർക്കുക. പിന്നെ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് ഉപ്പും, ഒരു പിഞ്ച് ഉപ്പും, അതുപോലെ കുറച്ചുകൂടി ഏലക്കാപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏലക്കാപ്പൊടി ഒന്നുകൂടി ഒന്ന് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ടൊന്ന് ആറി കഴിയുമ്പോൾ ഒന്നുകൂടി നല്ല പോലെ തിക്കായി വരും. How's it in you? Yeah? Tasty? Tasty. In it ittaya? Ittaya? തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ല പായസമാണ്. അപ്പോൾ 4 മണി സമയത്തൊക്കെ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമല്ല ഉണ്ടാക്കാൻ. ടോട്ടൽ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് വെറും 20 മിനിറ്റ്സ് മാത്രമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിനു മുന്നേ പൈനാപ്പിൾ പായസം, അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കാരമൽ പായസം, കാരമൽ ടേസ്റ്റുള്ള പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നൂസ് റെസിപ്പി കാരമൽ പായസം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പായസം കിട്ടുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നാളെ 5 മണിക്ക്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക, കൂളായിട്ടിരിക്കുക. ബൈ.
പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും കൂടി ചെയ്യുക. എപ്പോഴും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.